സ്വാഗതം. നമസ്കാരം. യോഗ പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ ആളുകളിലേക്ക് യോഗ എത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ യോഗ ചെയ്യുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിനേക്കാൾ ഉപരിയായി യോഗ ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഹെൽത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അപ്പൊ എന്താണ് ഈ പോസിറ്റീവ് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യോഗ ചെയ്യുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും. പോസിറ്റീവ് ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഹെൽത്ത് പ്രധാന ഘടകമാണ്. അതുപോലെ മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ലെവലിലുള്ള ആരോഗ്യാവസ്ഥ, അതുപോലെ ഇന്റലക്ച്വൽ ലെവൽ, സ്പിരിച്വൽ ലെവൽ, ഇങ്ങനെ 5 ഘടകങ്ങളിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ പോസിറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. അതിൽ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രോഗങ്ങളില്ലാത്തൊരവസ്ഥ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ആന്തരിക അവയവങ്ങളും സിസ്റ്റംസും ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നൊരവസ്ഥ, അതുപോലെ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടാകുന്നൊരവസ്ഥ. ഇതൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. അതുപോലെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ഭയമില്ലാത്തൊരവസ്ഥ, കോൺസെൻട്രേഷൻ, ഇതൊക്കെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ സ്റ്റെബിലിറ്റി അത് തന്നെയാണ്. ഇപ്പോൾ നിർവ്വാണ യോഗയിൽ പ്രധാനമായിട്ടും പറയുന്നത് മൈൻഡ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഓൺ ദ എർത്ത് എന്നാണ് പറയുന്നത്. അത് സ്റ്റേബിൾ ആണെങ്കിൽ. അതുപോലെ ഇമോഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഒട്ടുമിക്ക മനുഷ്യരും നമ്മളിലുണ്ടാകുന്ന വിചാരങ്ങൾക്ക് അടിമപ്പെട്ടാണ് പ്രവർത്തിക്കുക. നമ്മൾ അതിന്റെ ശരി തെറ്റുകൾ വിവേകിച്ചറിയാൻ പല ആൾക്കാർക്കും പറ്റുന്നില്ല. അപ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ മാസ്റ്റർ ആവുക എന്നുള്ളതാണ്. മനസ്സിന്റെ സ്ലേവ് ആകാൻ പാടില്ല. ഇന്റലക്ച്വൽ ലെവൽ, നമ്മുടെ ഇന്റലക്ട് ഷാർപ്പായിരിക്കുക, ലോജിക് എന്ന് പറയുന്ന ഒരവസ്ഥ, ഇതൊക്കെ വളരെ ഷാർപ്പായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. നമ്മളുടെ വിവേചന ശക്തി അല്ലെങ്കിൽ വിവേക ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതൊരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മളിൽ എപ്പോഴും ആനന്ദം എന്നുള്ളൊരവസ്ഥ, ഒരു സമത്വഭാവം, സമതാഭാവം, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനോ ക്യൂർ ചെയ്യാനോ മാത്രമല്ല, തനിക്കും മറ്റുള്ളവർക്കും സമൂഹത്തിനും നന്മ ചെയ്യുന്ന, മതങ്ങൾക്ക് അതീതമായി എല്ലാം ഒന്നാണ്, എല്ലാം ഉള്ളിലാണ്, എല്ലാം തുല്യമാണ് എന്ന് കാണാൻ പറ്റുന്ന ഒരു മനസ്സിനുടമയാവുക. മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും അത് സഹായിക്കും. തീർച്ചയായിട്ടും യോഗ ചെയ്യുന്നതിന് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് അതിനുള്ള തയ്യാറെടുപ്പ്? യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിലൊന്ന്, നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് വെറും തറയിൽ നിന്ന്, നമ്മുടെ സെറാമിക് ഫ്ലോറിങ്ങോ അല്ലെങ്കിൽ ടൈൽസോ മാർബിളോ ഗ്രാനൈറ്റോ എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സിമെന്റ് തറയിൽ നിന്ന്, വെറും തറയിൽ നിന്ന് യോഗ ചെയ്യാൻ പാടില്ല. പുൽപ്പായോ അല്ലെങ്കിൽ അതുപോലെ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ മാറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിന്റെ പുറത്ത് നിന്ന് യോഗ ചെയ്യാൻ പാടുള്ളൂ. രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിലാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ വൈകിട്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഹെവി ഫുഡ് ആണെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിരിക്കണം. ഒരു വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിൽ, നോൺ വെജിറ്റേറിയൻ ദഹിക്കാൻ പാടുള്ള കാര്യങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അത് പിന്നെയും അതിന്റെ ദൈർഘ്യം വർദ്ധിക്കും. യോഗ ചെയ്ത് ഒരു 1/2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ കുളിക്കാൻ പാടുള്ളൂ. ഇനി കുളിച്ചിട്ടാണ് യോഗ ചെയ്യുന്നതെങ്കിൽ കുളിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് യോഗ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ശരീരത്തിൽ പിടിച്ചു കിടക്കുന്ന വസ്ത്രങ്ങളോ ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് അയഞ്ഞ വസ്ത്രങ്ങളും ലൈറ്റ് കളർ വസ്ത്രങ്ങളും ധരിക്കുന്നത് നന്നായിരിക്കും. ബ്ലാക്കും റെഡും ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. യോഗ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും യോഗ ചെയ്യാൻ കഴിയും? യോഗ എല്ലാ വ്യക്തികൾക്കും ചെയ്യാൻ കഴിയും. അതിന് പ്രായമോ ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ചില രോഗങ്ങളുള്ളവർക്ക് ചില യോഗിക് പ്രാക്ടീസസ് നമ്മൾ ഒഴിവാക്കാൻ പറയും. ഉദാഹരണത്തിന് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവര് ഫോഴ്സ്ഫുൾ ബ്രീത്തിങ് ചെയ്യാൻ പാടില്ല. പ്രാണായാമത്തിൽ വരുന്ന കപാലഭാതി, ഭസ്ത്രിക, ഇതൊക്കെ വളരെ സ്പീഡിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ചില ക്രിയകളാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവർ അത് ചെയ്യാൻ പാടില്ല. ഇതേപോലെ ഡിസ്ക് തള്ളി വരുന്ന ആ പ്രശ്നമുള്ള ആൾക്കാർക്ക് കുറേ യോഗ പോസ്റ്റേഴ്സ് ചെയ്യാൻ പാടില്ല. എന്നാൽ ചില യോഗ ആസനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് സഹായകമായിട്ട് വരികയും ചെയ്യും. അത് കുറയ്ക്കാൻ പഠിപ്പിക്കുന്ന ആൾ അതിനെക്കുറിച്ച് വളരെ അവെയർ ആയിരിക്കണം. യോഗ തെറാപ്പി എന്ന് പറയുമ്പോഴും ഒരാളുടെ ട്രീറ്റ്മെന്റ് സൈഡും കൂടെ നോക്കണം. യോഗ നമ്മളൊരു തെറാപ്പി ആയിട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? യോഗ തെറാപ്പി എന്ന് പറഞ്ഞാൽ യോഗ പരിശീലന മുറകളുടെ അതിന്റെ ചികിത്സാപരമായ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ അയാളുടെ എല്ലാ ഹെൽത്ത് കണ്ടീഷൻസും കൺസിഡർ ചെയ്തുകൊണ്ട് അതൊരു ചികിത്സയായിട്ട് നമ്മൾ അഭ്യസിപ്പിക്കുമ്പോഴാണ് അതിനെ നമ്മൾ യോഗ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന ആളിന്റെ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 10 പേരുണ്ടാവും. 10 പേരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ആ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിനനുസരിച്ച് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് അതായത് യോഗ ചെയ്യുന്ന ആളും ഗുരുവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. എന്തൊക്കെ രോഗങ്ങളാണ് ഉള്ളതെന്നുള്ള കാര്യം ആ വ്യക്തി
ഗുരുവിനോട് പറഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തി പറയുകയും വേണം. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് എങ്ങനെയാണ് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് ആളിനെ പഠിപ്പിക്കേണ്ടത് എന്ന് അറിവുള്ള ഒരു ഗുരു ആയിരിക്കണം. ഈ പ്രാണായാമം യോഗയുടെ കൂടെയുള്ള അതിനൊപ്പം ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ അത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലേ? അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും പ്രാണായാമം എന്ന് നമ്മൾ പറയുമ്പോൾ പഠിച്ചിട്ടുള്ളവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന നാഡീശുദ്ധി പ്രാണായാമം, അതാണ് കോമൺ ആയിട്ട് ആൾക്കാർക്ക് അറിയുന്നത്. പിന്നെ ടെലിവിഷൻ ചാനലിലൊക്കെ രാവിലെ യോഗ പ്രോഗ്രാംസ് ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ കപാലഭാതി ഇതൊക്കെ ഇവർ കണ്ടിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതായിരിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നാഡീശുദ്ധി പ്രാണായാമം തന്നെയാണ്. അത് ശരിയായ രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ അതിൽ കേവല കുംഭക എന്നുള്ള ഒരു സ്റ്റേറ്റ്, അതൊരു മെഡിറ്റേഷൻ സ്റ്റേറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ അതിൽ കൂടെ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ രോഗശമനത്തിനും ഒക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ തീർച്ചയായിട്ടും സഹായിക്കും. പക്ഷേ ഇത് 2 രീതിയിൽ പഠിപ്പിക്കുന്നതായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതിലൊന്ന് ശ്വാസം എടുക്കുന്നതും വിടുന്നതും ഹോൾഡ് ചെയ്യുന്നതിനൊക്കെ ഒരു റേഷ്യോ, ഒരു പ്രത്യേക അനുപാതത്തിൽ ചെയ്യിക്കുന്നുണ്ട്. 4 സെക്കൻഡ് ശ്വാസം എടുക്കുക, പിന്നെ അത് ഇത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക, കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് അതിനെ വിടുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അതിന് ചില പാർശ്വഫലങ്ങളുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ബ്ലഡ് പ്രഷറും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ല. 2, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഇന്റേണൽ സിസ്റ്റംസ് ഒക്കെ ശക്തമാക്കിയിട്ടാണ് ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. നമ്മൾ യോഗശാസ്ത്രത്തിൽ കുണ്ടലിനി ഉയർച്ച എന്ന് പറയും. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ നമ്മുടെ ഇന്റേണൽ സിസ്റ്റംസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും രോഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതോ നാളെ വരാൻ സാധ്യതയുള്ളതോ എന്തെങ്കിലും വൈകല്യങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് പുറത്തു വരും. അപ്പം അത് ശരീരത്തെ ഒരു രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ശരി, ഒരു പ്രശ്നങ്ങളും ഇല്ല, അല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നങ്ങളും വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ശ്വാസം എടുക്കുന്നത് വ്യക്തിയുടെ കഴിവിനനുസരിച്ച് പൂർണ്ണമായി ശ്വാസം എടുക്കുക, പറ്റുന്നത് പോലെ നിർത്തുക, എപ്പോൾ ശ്വാസം വിടണമെന്ന് തോന്നുന്നു അപ്പോൾ ശ്വാസം വിടുക. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്നതിൽ നിന്നും കൂടുതൽ സമയമെടുത്ത് ശ്വാസം വിടുക. അത് ക്രമേണ എടുക്കുന്നതിന്റെ ഇരട്ടി സമയം ആയിക്കോളും, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിച്ചാൽ മതി. വിട്ട് കഴിഞ്ഞതിന് ശേഷം എപ്പോൾ എടുക്കണമെന്ന് തോന്നുന്നു അപ്പോൾ എടുക്കുക, എടുക്കണ്ട എന്ന് തോന്നുകയാണെങ്കിൽ എടുക്കണ്ട. അപ്പൊ അത് ആ വ്യക്തിയുടെ ശരീരത്തിനനുസരിച്ച് അങ്ങനെ ചെയ്തു വരുമ്പോൾ ഈ 3 സ്റ്റേജസിന്റെയും സമയം ഗ്രാജുവലായിട്ട് ടൈം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് വളരെ അധികം ഗുണങ്ങൾ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടാക്കും. അങ്ങനെയാണ് ശരിക്കും പ്രാണായാമം ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും ടെലിവിഷനിലോ അല്ലെങ്കിൽ പ്രിന്റഡ് മാഗസീനിലോ ഒക്കെ വരുന്ന കുറേയധികം യോഗ രീതികളെ കുറിച്ച് കാണുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്കൊരു യോഗ ചെയ്യാമോ? അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ സാന്നിധ്യം ഇല്ലാതെ നമുക്ക് ഏതെങ്കിലും മാഗസീനിലോ ഒക്കെ കാണുന്ന രീതിയിൽ, അതിൽ വിവരിച്ചിരിക്കുന്ന രീതിയിൽ യോഗ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം യോഗ എന്ന് പറയുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കി ചെയ്യുന്ന ആൾക്കാർ അതിന്റെ തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് കണ്ടായിരിക്കും, ചികിത്സാപരമായ ഗുണങ്ങൾ കണ്ടായിരിക്കണം അത് ചെയ്യുക. ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഒരു പ്രത്യേക അവയവം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ഉള്ള പ്രശ്നം മാത്രം കണക്കിലെടുത്തല്ല യോഗ പഠിപ്പിക്കുന്നത്. ആ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന കോൺസെപ്റ്റിൽ നമ്മൾ മോഡേൺ മെഡിസിനിൽ ഇപ്പോൾ ഒരാൾക്ക് ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് ആവശ്യമായ മെഡിസിൻ ആണ് കൊടുക്കുക. യോഗ തെറാപ്പി എന്നുള്ള അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വരുമ്പോൾ ശരീരം മുഴുവനായിട്ട് കണ്ടുകൊണ്ടാണ് ഒരു ഓവറോൾ വെൽബീയിങ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഫോക്കസ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വക്രാസനം എന്ന് പറഞ്ഞൊരു ആസനമുണ്ട്, ഡയബറ്റീസ് ഉള്ളവർക്ക് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പം അത് മാത്രം ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുന്നത് ശരിയല്ല. പക്ഷെ അതിന് പ്രിപ്പറേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഉണ്ട്. യോഗ ആസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശിഥിലീകരണ വ്യായാമങ്ങൾ നിർബന്ധം ചെയ്തിരിക്കണം. അത് കൂടുതൽ വ്യക്തമായിട്ട് നിർവ്വാണ യോഗ എന്ന സിസ്റ്റത്തിൽ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ശിഥിലീകരണ വ്യായാമങ്ങൾ ചെയ്ത് ശരീരത്തെ ഒന്ന് ചൂടാക്കിയിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നത്. അതിനുശേഷം ആസനങ്ങളിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓവറോൾ ഹെൽത്ത് കണ്ടീഷൻസ് നോക്കിയിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആസനങ്ങളായിരിക്കണം പഠിപ്പിക്കേണ്ടത്. പൊതുവെ നമ്മൾ പലതരത്തിലുള്ള യോഗയെ കുറിച്ച് കേൾക്കാറുണ്ട്, സഹജ യോഗ, അങ്ങനെ പലതരത്തിലുള്ള യോഗ. അപ്പോൾ എന്താണ് ഇതിലൊക്കെ എന്താണ് ഒരു വ്യത്യാസം നമുക്ക് പറയാൻ കഴിയുക? യോഗാസനങ്ങൾ എല്ലാം ഒരേ രീതിയിൽ തന്നെയാണോ ചെയ്യുന്നത്? യോഗ ആസനങ്ങൾ ചെയ്യേണ്ട രീതി ഒരേ രീതിയിൽ തന്നെയാണ്. നമ്മൾ ആസനങ്ങളെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചെയ്യുന്നതിന് ഒരൊറ്റ രീതിയേ ഉള്ളൂ. ഒരു ആസനത്തിന്റെ ഫൈനൽ പോസ്റ്ററിലേക്ക് വരുമ്പോൾ മാത്രമാണ്, വരുന്ന പാതയിലാണ് ശ്വാസം എടുക്കുന്നതും വിടുന്നതും ഒക്കെ വരുന്നത്. ഒരു ആസനത്തിന്റെ ഫൈനൽ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ
നോർമൽ ബ്രീത്തിങ് ആണ്. സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം നടത്തുക എന്നുള്ളതാണ്. ആ പൊസിഷനിൽ എഫേർട്ട്ലെസ് ആയിട്ട് നിൽക്കാൻ പറ്റണം. ശരീരത്തിൽ ഉണ്ടാവുന്ന സംവേദനകളെ നിരീക്ഷിക്കാനും അറിയാനും ശ്രമിക്കുക. അൺവാണ്ടഡ് മസിൽ കോൺട്രാക്ഷൻസ് ഒക്കെ റിലാക്സ് ചെയ്യുക. ഇതാണ് നമ്മൾ നോർമലി ഒരു ആസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതിന്റെ സീക്വൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ നിന്നുകൊണ്ടുള്ള ആസനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. നിന്നുകൊണ്ട്, പിന്നെ ഇരുന്നുകൊണ്ട്, പിന്നെ കമിഴ്ന്ന് കിടന്ന്, പിന്നെ മലർന്നു കിടന്ന്, ഇങ്ങനെയാണ് പോകുന്നത്. അവസാനം റിലാക്സേഷനിലേക്കാണ് പോവേണ്ടത്. കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ശവാസനം എന്നാണെങ്കിലും നമ്മുടെ നിർവ്വാണ യോഗ എന്ന സിസ്റ്റം അത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് വെച്ചാൽ ശവാസനം എന്ന പേരിന് പകരം വിശ്രമാസനം എന്നാണ് പറയുന്നത്. കാരണം ജീവനോടെ ഇരിക്കുന്ന അത് ആ ഒരു കോൺസെപ്റ്റിൽ ചെറിയ ഒരു പ്രശ്നമാണ്. വിശ്രമാവസനം ബേസിക് പ്രിൻസിപ്പിൾ ശരീരത്തെ ഉത്തേജിപ്പിച്ചിട്ട് റിലാക്സേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ യോഗ എന്ന ആ ഒരു ശാസ്ത്രം ജനങ്ങൾ കൂടുതൽ സ്വീകരിച്ച് തുടങ്ങിയ സ്വാഭാവികമായിട്ടും അതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു. നമ്മുടെ സമൂഹത്തിലും ബിസിനസ് കണ്ണോടുകൂടി എല്ലാത്തിനെയും കാണുന്ന ആൾക്കാർ അതിനെ ഒരു കച്ചവട വസ്തുവായി ആക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സീക്വൻസിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി അവരുടേതായിട്ടുള്ളൊരു പേരിട്ട് മാർക്കറ്റ് ചെയ്ത് അത് ആൾക്കാരുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും നിലനിൽക്കില്ല. ഇതൊരു സമ്പൂർണ്ണ ശാസ്ത്രമാണ്. അതായതുകൊണ്ട് തന്നെ അതിൽ വേരിയേഷൻസ് വരുത്തിയാൽ